സുപ്രഭാതം ഈ പരിപാടി സംഘടിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ആക്ച്വലി ഈ പബ്ലിക്കിനോട് പറയാൻ ചെലവഴിച്ച സമയത്തിൽ 90% ഈ സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയുന്ന പോലെ ഞാനിപ്പോൾ കോഴിക്കോട് മെട്രോപൊളിറ്റൻ നാഷണൽ കാർഡിയാക് സെൻറ്ററിൻ്റെ അതിൻ്റെ കാർഡിയോളജി ചെയർമാനുമാണ്, അതിൻ്റെ ഹെഡുമാണ്. ഇന്ന് ലോകത്ത് ലഭിക്കുന്ന ഏതൊരു ഹൃദ്രോഗ ചികിത്സയും നമ്മുടെ നാട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മിഷൻ തന്നെ. അതിൻ്റെ അൾട്ടിമേറ്റ് ആണ് നമ്മുടെ ആക്ച്വലി ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വരെ ഈ കോഴിക്കോട്ട് ആദ്യമായി നടത്തിയത്. 10 വർഷം മുമ്പ് നടത്തിയ ആ ഹാർട്ട് ലഭിച്ച ആൾ ഇന്നും ജീവനോടെ നോർമലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഇവിടെ 11 പേർക്ക് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നൽകി. അതിൽ 10 പേരും ജീവിച്ചിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ അത്ര വലിയ സക്സസ് റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതൊക്കെ തന്നെ ശരിക്കും ആളുകൾക്ക് വലിയ അത്ഭുതമുള്ള. പണ്ട് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ അമേരിക്കയിലൊക്കെ പോയി ചെയ്യേണ്ട ഒരു സർജറി ഇന്ന് നമ്മുടെ കോഴിക്കോട്ട് ഇന്ന് അതേപോലെ തന്നെ. ഇത് മാത്രമല്ല, ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം, പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ഇന്ന് കാർഡിയാക് സർജറി അല്ലെങ്കിൽ ഹൃദ്രോഗ വിഭാഗത്തിലെ ഒരു അൾട്ടിമേറ്റ് സർജറി എന്ന സർജറി നമുക്ക് ഇത്ര നടത്താൻ പറ്റി എന്നുള്ളത് പറഞ്ഞെന്ന് മാത്രം. അതുകൂടാതെ ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ കോഴിക്കോട് കൊണ്ടുവരാൻ മെട്രോമെഡിൽ കൂടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചല്ല കൂടുതൽ പറയാം. കാരണം പബ്ലിക്കിന് വേണ്ടത് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ രോഗം വന്ന് അതിനെ ചികിത്സിക്കുവാനുള്ള സ്ഥലം തേടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അതിലുപരി ഈ രോഗം വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള മെസ്സേജാണ് പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ ഈ പത്രപ്രവർത്തകരും ഈ ആളുകളും ചെയ്യേണ്ടത്.